അസ്സലാമലൈക്കും മുത്തുമണികൾ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ല? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പം നമുക്കിന്ന് രാവിലത്തെ ജോലി ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ജ്യൂസാട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ഇത് ഫ്രൂട്ടി കുപ്പി കുട്ടികൾക്ക് മേടിച്ചെടുക്കണതാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഇങ്ങനെ ഇത് മാംഗോ ഉണ്ട്, പിന്നെ അതുപോലെ ഓറഞ്ചും ഉണ്ട് കേട്ടോ. അപ്പം ഇത് രണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ ഫുള്ളാക്കി വെക്കും. എപ്പോഴും ഇത് ഫ്രിഡ്ജിൽ ഇവിടെ ഫുള്ളാക്കാരം. കാരണം ഇവിടെ എല്ലാവരും കുടിക്കുക. എല്ലാവരും എന്ന് പറഞ്ഞാൽ അധികം കുടിക്കുന്നത് ഇവിടുത്തെ മാമയാണ് കേട്ടോ. മാമാക്ക് ഫുഡ് കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂടത്തേടെ ഇവിടുത്തെ കഴിക്കുന്നത്. പക്ഷെ ഇത് ഷുഗർ വരുമല്ലോ എന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ കുടിക്കാറില്ല. ഞാൻ പിന്നെ മാംഗോൻ്റെ ഇടയ്ക്ക് എപ്പോഴും വല്ലാതെ ഇത് വരുമ്പോൾ ഒന്ന് കുടിക്കുന്നല്ലാതെ എനിക്ക് വലിയ ഇഷ്ടമല്ല അത്. അപ്പോൾ ഇത് അധികം മാമാക്ക് വേണ്ടി മാത്രമാണ് അധികം ഇതിങ്ങനെ കൊണ്ടുവന്ന് വെക്കണത്. അപ്പം എന്താ വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിലാണ് വെക്കും. മൂപ്പരുത്തേര് ഉച്ചക്കും രാത്രിയൊക്കെ ഫുഡ് കഴിഞ്ഞാൽ കുടിക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ രണ്ട് തരം ഉണ്ട്. ഒന്ന് ഓറഞ്ച് ഉണ്ട്, മാംഗോ ഉണ്ട്. ഉണ്ടോ? നമ്മൾ ഈ കുട്ടികൾ കരയുമ്പോൾ കടയിൽ പോയിട്ട് ഫ്രൂട്ടി കുപ്പി മേടിച്ചു കൊടുക്കണ മാതിരി അപ്പം കേട്ടോ. എന്നിട്ടതിങ്ങനെ എടുത്ത് കുടിച്ചു. അപ്പം ഇതൊക്കെ ഇനി ഫ്രിഡ്ജിലാക്കണം. അത് കഴിഞ്ഞിട്ട് വേറൊരു ജോലി ഉണ്ട്. എന്താന്നുള്ള എന്താ നമ്മളെ ചിക്കൻ ഈ ചിക്കൻ്റെ രാവിലത്തെ ജോലികൾ ഇതൊക്കെ തന്നെ കേട്ടോ. എന്താ ചിക്കൻ ഐസാട്ടോ. അപ്പം ഇതിനെ നമുക്ക് ശരിയാക്കി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. ഇതാണ് ഇവിടുത്തെ പതിവ്. ഇത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കും. ഇത് പിന്നെ ഇന്നലത്തെ മിഞ്ഞാന്നത്തെ ഒന്നും ആവില്ലട്ടോ. ഇത് ഏകദേശം എന്തായാലും ഒരു മാസം ഒരു 2 ആഴ്ച ആവാനേ ഇത് ഇവിടെ തന്നെ കൊടുന്ന് വെച്ചിട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ആകുമ്പോൾ എന്താവും അവസ്ഥ? കടയിൽ എത്ര കാലമായിട്ടുണ്ടാവും? ലേറ്റ് ഉണ്ടാവുക വിചാരിക്കുന്നു. അപ്പം ഇതിന് നമ്മൾ എന്താണ് ഉണ്ടാക്കണേന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഇൻഷാ അള്ളാ ചിലപ്പോൾ മന്തിയാവും. ആള് കുറവായതുകൊണ്ട് 1 മതി. ആള് കൂടുതലാകുമ്പോൾ 2 രണ്ടും പിന്നെ ഒരു പകുതിയൊക്കെ എടുക്കും. ഇത് പാലില്ലാത്തതുകൊണ്ട് ഈ 1 മതി. അപ്പം എന്തായാലും ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ചിലപ്പോൾ മന്തി ഉണ്ടാക്കണം. ഇൻഷാ അള്ളാ എന്താണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇത് മുറിച്ചിങ്ങനെ നമുക്കൊരു ഐഡിയ വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ എന്താ ഉണ്ടാക്കണേ തീരുമാനിക്കുക. അപ്പോഴാട്ടോ. പിന്നെ ഓരോന്നും പറയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള മാതിരി എന്താ വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെന്താ, അപ്പം ഇങ്ങനെയൊക്കെയാണ് രാവിലത്തെ പരിപാടി. രാവിലത്തെ പൂരിയായി. പിന്നെ പൂരിക്ക് പരിപ്പ് കറിയാണ് ഉണ്ടാക്കി കൊടുത്തത്. ഇവിടെ ഒരാളുണ്ട് കേട്ടോ, ഒരാൾക്ക് കറി കഴിക്കും. അപ്പം പിന്നെ ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കി, പൂരി ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി, ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കൊണ്ടുവച്ചെടുത്തു. ഇനി അടുത്ത നെക്സ്റ്റ് പണി നമ്മൾ ചോറിൻ്റെ ആണ്. അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നമ്മളെ ചിക്കന് ഉള്ള പരിപാടി എടുക്കണം. ചിക്കൻ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ചോറ് എന്താണെന്ന് ആലോചിക്കണം. മന്തി ബിരിയാണി ഇത്ര രണ്ടത്തെ ഏതെങ്കിലും ആവണമെന്ന്. വെള്ളിയാഴ്ചയും കൂടി അല്ല, അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഞാൻ ചായ കുടിച്ചിട്ടില്ല. ഞാൻ ചായ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. ചൂട് ആവി പറക്കുന്ന ചായയാണ്. ഞാൻ അതാ ചായ കുടിക്കുന്നുള്ളൂ കേട്ടോ. എൻ്റെ ചായ കുടിക്കുന്ന സമയം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ഇവിടുത്തെ ഒരു 9 മണി കഴിഞ്ഞിട്ട് ചായ കുടിക്കുള്ളൂ. അപ്പം ഞാൻ പൂരി കഴിക്കാറില്ല. അപ്പം പിന്നെ കാൽ ചായ മാത്രമാണ് ഇപ്പം ഇന്ന് കുടിക്കണം. ബിസ്ക്കറ്റ് ഉണ്ട്. എപ്പോഴും ഇങ്ങനെ ബിസ്ക്കറ്റ് ഒന്നും അതൊരു പിന്നെ ഷുഗറോ ഇപ്പം അള്ളാൻ്റെ അൽഹംദുലില്ലാ അങ്ങനത്തെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ ഇതില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം മധുരം കുറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ അങ്ങനെ ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല. എപ്പോഴേലൊക്കെ നമുക്കൊരു പൂതിയാകുമ്പോൾ ഒന്നൊക്കെ എടുത്ത് കുടിക്കുന്നല്ലാതെ. പിന്നെ ചായയിൽ മധുരം അത്രയും കുറച്ചിട്ടുള്ളൂ ഇവിടെ കേട്ടോ. ഞാൻ ആദ്യമൊക്കെ നല്ല മധുരം ഇട്ടിരുന്നു. പിന്നെ നമ്മളെ ഹെൽത്തും കൂടി നോക്കണം. ഇവർക്ക് നല്ല മധുരമാണ്. ഇവർക്ക് ആരാധന മധുരത്തോടാണ്. ഭയങ്കര മധുരം. ചിലപ്പോൾ ഞാൻ ഇട്ട ചായയിൽ മധുരം ഇല്ലെങ്കിൽ ഇവരെന്താട്ടും ഒന്നും കൂടി മധുരം ഇടാൻ പറയും.
അപ്പോൾ ഓർക്ക് അങ്ങനെ മധുരം ഇട്ട് കൊടുക്കും. ഞാനൊരു ചെറിയ മധുരത്തിലൊക്കെ കുടിക്കുള്ളൂ. പിന്നെ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇനിയിപ്പോൾ ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ വയ്യായ ക്ഷീണമൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വിടും ഹോസ്പിറ്റലിൽ. ഇവിടെ ഹോസ്പിറ്റലിലേക്ക് പോകട്ടെ ഇനിയിപ്പോൾ എന്തുണ്ടെങ്കിലും. പക്ഷെ അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കലാണ് എനിക്ക് സഹിച്ചുകൂടാത്തത്. ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന നേരത്ത് മലയാളികളൊക്കെ ഉണ്ടാവും, സിസ്റ്റർമാരുണ്ട്. പക്ഷെ ചില ടൈമിൽ ഓർക്ക് നൈറ്റൊക്കെ ആകുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മളും മേലെയും. അപ്പം അതുകൊണ്ട് ഞാൻ ഒരുവിധമൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോവാതെ കഴിച്ചോട്ടും. ഇൻഷാല്ലാ നമ്മളെ ശരീരമല്ലേ നമുക്ക് നോക്കിക്കൂടെ. അല്ലെങ്കിൽ ഗൾഫിൽ പോയാൽ ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഓരോരുത്തരും പറയുന്നേക്കാറുണ്ട്. അപ്പം നമുക്ക് അസുഖങ്ങൾ ഒന്നുമില്ലാതെ പണിയെടുത്ത് ജീവിക്കാനുള്ള ആരോഗ്യം പഠിച്ചം തരികയാണെങ്കിൽ അപ്പം നമ്മൾ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇവരൊക്കെ ചീത്ത പറയട്ടെ, ഒന്നും കഴിക്കൂല റൈഹാനൊന്നും കഴിക്കൂല പറഞ്ഞിട്ട്. അപ്പം നമുക്കെന്താ നമ്മളെ ജീവൻ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കുറച്ച് 2-3 നേരം കുറച്ചായിട്ട് കഴിക്കുക, അത്ര മതിയല്ലോ. അർമാദിച്ച് കഴിക്കണമെന്നൊന്നുമില്ലല്ലോ. ഏത് നേരത്തും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം അതുമില്ല. നമ്മളെ ശരീരം നമ്മൾ നോക്കുക, അത്രയല്ലേ ഉള്ളൂ അല്ലേ. എന്തെങ്കിലും വല്ല അസുഖങ്ങളൊക്കെ വന്ന് പെട്ടാൽ പിന്നെ കഴിഞ്ഞില്ല, നമ്മളെ ജോലിക്ക് പോയാൽ കഴിഞ്ഞല്ലാതും. അപ്പം അതുകൊണ്ട് നമ്മളെ ശരീരം നോക്കി. ഇനിയിപ്പോൾ ഇവിടെ പല മലമറിച്ചുന്ന സംഭവങ്ങളുണ്ടെങ്കിലും നമുക്ക് വേണ്ടത് മാത്രം കഴിക്കുക, വേണ്ടാത്തത് നമുക്ക് കഴിക്കാതിരിക്കുക. എൻ്റെ തീരുമാനം അതൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് ഇവിടുത്തെ 2 മരുമക്കളും ഇടയ്ക്കിടയ്ക്ക് അവർ ഈ കണ്ണി കണ്ട കേക്ക് പല സാധനങ്ങളും മധുരം കൂടുതലൊക്കെ ഇട്ട് ഉണ്ടാക്കും. ഒന്നും കഴിച്ചില്ലെങ്കിൽ അവരിങ്ങനെ പരാതി പറയട്ടോ. ഞാൻ പിന്നെ ഓലൊരു സമാധാനം പോലെ മുന്നൊരു തുള്ളി ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് നോക്കും, അത്ര തന്നെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് മുത്തുമണി നമ്മളെ ആരോഗ്യം നമ്മൾ നോക്കുക. അതിന്നിപ്പോൾ ഒന്നാമത് ഈ ഗൾഫ് ഇവിടുത്തെ ഓയിലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചറാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ നാട്ടിലത്തെ മരുന്നല്ല. അപ്പം അതുകൊണ്ട് എല്ലാതും നോക്കിയും കണ്ടും ജീവിച്ചാൽ നമുക്ക് നല്ലത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ഇഞ്ച ഡ്യൂട്ടി തുടങ്ങട്ടെ. ഞാൻ ആദ്യം എൻ്റെ കാൽ ചായ കുടിച്ച് അൽഹംദുലില്ലാ റാഹത്തായി നമുക്ക് ഡ്യൂട്ടി തുടങ്ങാം. ഓക്കെ. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പം എല്ലാവരും ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ.